ആദ്യം ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞു ജിന്നു ഉപദ്രവിക്കും എന്ന് കഴിഞ്ഞ ദിവസം അനസ് മൗലവി പറഞ്ഞിട്ടുണ്ട്. പിന്നെ തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കും എന്ന് അനസ് മൗലവി പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ മൈക്ക് കൊടുത്താൽ ക്ലിയർ ചെയ്തോട്ടെ. നമ്മുടെ കഷ്ടപ്പെട്ട് വന്നാണ്, നമ്മുടെ നാട്ടുകാരനാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണനയുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പറയും. അനസ് മൗലവി പറഞ്ഞതെന്ന് വെച്ചാലേ, അന്യഭാഷ സംസാരിക്കാത്ത ഒരാള് അന്യഭാഷ സംസാരിക്കുമെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞു? അനസ് മൗലവി പറഞ്ഞത്. ക്ലിപ്പൊന്നും വേണ്ട, ക്ലിപ്പുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ക്ലിപ്പുണ്ടെന്ന് എനിക്കറിയാം, ക്ലിപ്പേ ഉള്ളൂ, അതും എനിക്കറിയാം. മനസ്സിലായി. ഇതന്നെ ക്ലിയർ ചെയ്യില്ലേ? കുറച്ച് കാലമായിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചെടുക്കും. ഒരാളെ ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ആവശ്യമാണ്. ക്ലിപ്പുണ്ടാവും നിങ്ങളുടെ കയ്യിൽ. ക്ലിപ്പ് ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ കൊച്ചി പ്രസംഗിച്ചതിനും ക്ലിപ്പുണ്ടാക്കിയില്ലേ? ഞാൻ പറഞ്ഞ മെറിറ്റിൽ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞോ? ഇല്ലല്ലോ. മാനം കാക്കുമെന്ന് പറഞ്ഞതിന് മറുപടി പറയാൻ വന്നു. എന്ത്? അതിന് മാനം കാക്കുന്നതിന് അനസ് ഞങ്ങളുടെ മാനം കാക്കണ്ടെന്ന്, അവർക്ക് തന്നെ മാനം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തർക്കമാണ് അവർക്ക്. അപ്പോൾ മാനം മനസ്സ് കാക്കണ്ട. ഞാൻ ഉദ്ദേശിച്ചത് മൻ സത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു മനുഷ്യൻ്റെ ന്യൂനത ദുനിയാവിൽ ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹു അവൻ്റെ ന്യൂനത ആഖിറത്തിൽ മറച്ചു വെക്കുമെന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മാനം കാൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ കാക്കണമല്ലോ എന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് ജബ്ബാർ മൗലവിക്കൽ ഹുസൈൻ സലഫി പോയതിന് എന്തെങ്കിലും ഒരു തിരുത്ത് ജബ്ബാർ മൗലവി കൊടുത്തോ, എന്തെങ്കിലും ഒരു തിരുത്ത് ജബ്ബാർ മൗലവി കൊടുത്തോ എന്ന ചോദ്യത്തിന് മെറിറ്റിൽ മറുപടി പറയാൻ കഴിയില്ല. പക്ഷേ ഈ കഷ്ടം ക്ലിപ്പിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞു. നിങ്ങൾ മിടുക്കന്മാരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ ഇവിടെ തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കുമെന്ന് അനസ് മൗലവി ഉപദ്രവങ്ങൾ എണ്ണിപ്പറഞ്ഞപ്പോൾ പറഞ്ഞു. അതിന് ക്ലിപ്പുണ്ട്, നിങ്ങളുടെ ക്ലിപ്പുണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കുന്ന ക്ലിപ്പുകൾ മുഴുവനും ഈ തരത്തിലുള്ള ക്ലിപ്പുകളാണ്. മനസ്സിലാക്കിക്കോ. നിങ്ങൾ പാവപ്പെട്ട പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ വിളിച്ചിരുത്തിയിട്ട് തിരുവനന്തപുരത്ത് വെച്ച് എൻ്റെ ഒരു ക്ലിപ്പിട്ടു. മനസ്സിലാക്കണം. ആ ക്ലിപ്പടക്കം നിങ്ങൾ നടത്തുന്ന കൃത്രിമം. ഞാൻ പണ്ട് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വരുമ്പോൾ പറയുമായിരുന്നു, ഈ പാവപ്പെട്ട വിസ്റ്റം പ്രവർത്തകർ ക്ലിപ്പുകളെല്ലാം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുക, എന്നിട്ട് അതുവഴി ഇങ്ങോട്ട് വരട്ടെ. കാര്യം അദ്ദേഹം ഈ പറയുന്ന വിസ്റ്റം പണ്ഡിത സഭയിൽ അംഗത്തുള്ള ആൾ. അങ്ങനെ ഒരു ക്ലിപ്പ് വരുമ്പോഴല്ലേ നമുക്കത് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ ക്ലിപ്പുകൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് അതുവഴി ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇട്ട ക്ലിപ്പിനൊക്കെ നമ്മൾ കാര്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല, വരുന്നില്ല. അവസാനം ഞാൻ കടന്നു നിർത്തിയിരിക്കുകയാണ് മൂപ്പര് വരുന്ന പ്രതീക്ഷയിൽ. ഏതായാലും ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹം വരുമെന്ന് വിചാരിക്കാം. സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഇദ്ദേഹം അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള വിസ്റ്റംവാദികൾ നടത്തുന്ന കൃത്രിമങ്ങൾ, ആ കൃത്രിമങ്ങളുടെ തെളിവാണിത്. യഥാർത്ഥത്തിൽ മതിലകത്ത് വെച്ച് ഞാൻ നടത്തിയ പ്രസംഗമാണ്. മതിലകത്ത് വെച്ച് ഇതേ അൻസാറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സഹോദരൻ വന്ന് ചോദിച്ചപ്പോൾ മർക്കസുദ്ദഅവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് കാര്യമായി കൊണ്ടാടിയപ്പോൾ ഞാൻ അത് സംബന്ധമായി ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ അന്ധവിശ്വാസവും മാധ്യമങ്ങളും പിശാചിൻ്റെ സൗഹൃദവും എന്ന് പറയുന്ന ശബാബിലെ ലേഖനത്തിൽ CM മടവൂര് എഴുതി വെച്ച ഒരു വാചകം, CM മടവൂര് പോവും, മനസ്സിലാക്കും, മാറിപ്പോകണ്ട. CM മൗലവി എഴുതി വെച്ച ഒരു വാചകം, ആ വാചകം ഇതിലുള്ളത് ഞാൻ വായിച്ചതാണ്. തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക, ഭൂതകാല കാര്യങ്ങൾ പറയുക, പ്രത്യേക ചേഷ്ടകൾ കാണിക്കുക, രൗദ്രമായി പെരുമാറുക എന്നു തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ ഖരീൻ മൂലം ഉണ്ടാകാം. വിശുദ്ധ ഖുർആനിലെ 113ഉം 114ഉം അധ്യായങ്ങൾ ഇവയിൽ നിന്നുള്ള രക്ഷയുടെ മോചനത്തിൻ്റെയും സന്ദേശം നൽകുന്നു എന്ന ഈ ഉദ്ധരണി, CM മൗലവി എഴുതിയ ഉദ്ധരണി വായിച്ചത് ഇവർ മുറിച്ച് അനസ് മൗലവി കണ്ടോ, ജിന്ന് ബാധ കയറി, തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കും എന്ന് പ്രസംഗിക്കുന്ന ആളാണ് ഇവർ ക്ലിപ്പിട്ട് നടന്നു. നിങ്ങളുടെ ക്ലിപ്പുകളുണ്ടല്ലോ, നിങ്ങൾ മുറിച്ചെടുക്കുന്ന ക്ലിപ്പുകൾ, ഈ ക്ലിപ്പുകളുടെ മുഴുവനും ഗതി തങ്ങളെപ്പോലെ ഓരോരുത്തരെ ഇങ്ങനെ നേരിട്ട് കിട്ടണം. അതാ ഞങ്ങൾ കൊച്ചി പരിപാടി വെച്ചത്. ഒരുത്തരും ഞങ്ങളുടെ മുന്നിൽ വന്ന് ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. മനസ്സിലാക്കിക്കോ. വെല്ലുവിളിച്ചു. ഞങ്ങൾ അകത്ത് പരിപാടി വെച്ചതുകൊണ്ടാണ് മുമ്പ് ചോദിക്കാത്തതെന്ന്. പുറത്ത് പരിപാടി വെച്ചാൽ ചോദിക്കും. ഈ സമൂഹത്തെ ക്ലിപ്പ് മുറിച്ചും അല്ലാതെയും പിഴപ്പിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശഗോതയിൽ വൈജ്ഞാനികമായ പോരാട്ടം ഞങ്ങൾ നടത്തുന്നത്. മനസ്സിലാക്കണം. ഇവിടെ ചോദ്യം ഉന്നയിച്ചപ്പോൾ പോലും CM മൗലവി എഴുതിയ ഈ ഉദ്ധരണി നാളിതുവരെ മർക്കസുദ്ദഅവയിൽ ആളുകൾ തിരുത്തിയിട്ടുണ്ടോ? എന്നിട്ട് വേണ്ടേ നിങ്ങൾ ഈ കേന്നമിൻ്റെ മേലിൽ കുതിര കയറാൻ എന്ന് ചോദിച്ച ചോദ്യത്തെ അടർത്തിയെടുത്ത് CM മൗലവിയുടെ ഉദ്ധരണി വായിക്കുന്നത് അനസിന്റെ അഖീദയായിട്ട് പഠിപ്പിക്കുന്ന ആളുകൾ, വിശ്വസിക്കുന്ന ആളുകൾ
എന്ന് മാത്രമല്ല, അത് ആരോ ഒരു സാധു ഇട്ടുകൊടുത്ത ക്ലിപ്പാണ് ജാബിർ കേട്ടതെന്ന് ഞാൻ മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ ഇത്തരം ഒരു മണ്ടത്തരം എൻ്റെ മുന്നിൽ വന്ന് ജാബിർ ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത്രമാത്രം ബോധമില്ലാത്ത ആളല്ലല്ലോ. അതുകൊണ്ട് ആരോ ഇട്ടുകൊടുത്ത ക്ലിപ്പ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞാനിത് വെറുതെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്ക് വേണ്ടി എടുത്തു വെച്ച ഫയലാ. പക്ഷെ അത് പുളിക്കലാണ് ഉപകരിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. ഇനിയും കുറെ സാധനം ഉണ്ട് വരാൻ. ഇൻഷാ അല്ലാഹ് അത് മുറ പോലെ വരിക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ പകുതി കേട്ടതാണ്, ഇദ്ദേഹം ചോദ്യത്തിന് തുടക്കത്തിൽ പറയുന്നുണ്ട് പകുതി കേട്ടതാണ്. അഥവാ നേരത്തെയുള്ള മടവൂരികൾ അഥവാ മർക്കസ് ദഅവ എന്ന് പറയുന്ന ആളുകൾക്ക് അനസ് പറയുന്ന മറുപടി കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെയായത്. മനസ്സിലാക്കണം. ശരിയാണ്, ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. വസ്വാസ് മാത്രമാണ് പിശാച് ഉണ്ടാക്കുക എന്നുള്ള പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനിലെ 19 ആയത്തുകൾക്കെതിരാണ്. അത് ഇഗാസത്തുൽ ലിഹ്ഫാൻ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു സാധു ഇഗാസത്തുൽ ലിഹ്ഫാൻ എന്ന് പറയുന്ന ഈ കിതാബ് തുറന്നു നോക്കിയിട്ട് ഞാനത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പിറക്കി. അതും ചില വിസ്തംകാർ പ്രചരിപ്പിക്കുന്നത് ഞാൻ കണ്ടു. മനസ്സിലാക്കണം. അഥവാ കിതാബിലില്ലാത്തത് അനസ് പറഞ്ഞതാണ് എന്നാ. ഇതിൽ ഇവിടെ ജാബിർ ചോദിച്ചപ്പോഴും ആ ചോദ്യം കൊണ്ടുവന്നു. 19ഓളം ഉപദ്രവങ്ങൾ, അഥവാ പിശാജ്, ആ പിശാജിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ 1 അല്ല 2 അല്ല, നേരെ മറിച്ച് 19 അല്ല. വേറെ പണ്ഡിതന്മാർ അതിൽ കൂടുതൽ എണ്ണിയിട്ടുണ്ട്. അത് കൃത്യമായി അൽ ഗവാ എന്നിങ്ങനെ തുടങ്ങി, അൽ ഇസ്തിദ്ലാൽ എന്നിങ്ങനെ തുടങ്ങി, അൽ ഖൈദ് ഇങ്ങനെ തുടങ്ങി, അൽ വഅദ് തുടങ്ങി, അൽ ഗദാവത്ത് വൽ ബഗ്ദാ തുടങ്ങി, അത്തസീൻ തുടങ്ങി. അതിൽ 7ാമതായിക്കൊണ്ടാണ് അൽ വസ്വസ, വസ്വാസ് എന്ന് തുടങ്ങി, അൻസിയാൻ ലിദിക്രില്ല എന്ന് തുടങ്ങി, അന്നസ് എന്നിങ്ങനെ തുടങ്ങി, അൽ ഗുറൂർ എന്നിങ്ങനെ തുടങ്ങി. അങ്ങനെ 19 എണ്ണം വിശദീകരിച്ചത് ഞാൻ പറഞ്ഞ അതേ കിതാബിലുണ്ട്. അപ്പോ ആ കിതാബിൽ അത് ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല എന്ന് ഏതോ ഒരു സാധു എവിടുന്നോ ഒരു ക്ലിപ്പിടുമ്പോ അതും മനസ്സിനെതിരെ എന്ന് കണ്ടപ്പോ വിസ്റ്റം പ്രവർത്തകരടക്കം അതെടുത്ത് ഉപയോഗിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. ഇനി മനസ്സിലാക്കണം, പിശാചു ബാധ എന്നുള്ളത് അത് അതേ ഇപ്പോ കേന്നമുകാര് പറഞ്ഞ് അതിനെതിരെ ഹുസൈൻ മടവൂര് പറഞ്ഞു, അൻസാറിനെതിരെ ഹുസൈൻ മടവൂര് പ്രസംഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന് രേഖ നിങ്ങൾ വെക്കണം. അൻസാറിനെതിരെ ഹുസൈൻ മടവൂര് പ്രസംഗിച്ചു എന്നുള്ളതിന് രേഖ വെക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മനസ്സിലാക്കണം, ഇത് പിശാച് ബാധ എന്നുള്ളത് കേന്നമുകാരുണ്ടാക്കി കൊണ്ടുവരുന്നതാണോ? അല്ല. ഇത് നേരെ മറിച്ച് CP ഉമർ സുല്ലമി എഴുതിയ പുസ്തകം, ഇത് യുവത എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം വെച്ചാൽ മുമ്പ് ഞാൻ മറുപടി പറഞ്ഞത് മർക്കസ് ദഅവ വിഭാഗത്തിന് അന്നും മറുപടി പറഞ്ഞത് ഈ പുസ്തകം വെച്ചുകൊണ്ടാണ്. ഇതിൻ്റെ 32ാമത്തെ പേജ്, അതിൻ്റെ 24ാമത്തെ പേജ്, ഈ പേജുകളിൽ രേഖപ്പെടുത്തി വെച്ചത് ഞാൻ വായിച്ചു തരാം, കേട്ടോ. ഉറക്കത്തിലെ ഭയപ്പാടും ദുസ്വപ്നവും, ഉറക്കത്തിലെ ഭയപ്പാടും ദുസ്വപ്നവും യുവത പുറത്തിറക്കിയ ഉമർ സുല്ലമി, CP ഉമർ സുല്ലമി എഴുതിയ പുസ്തകത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഉറക്കത്തിൽ ഭയപ്പെട്ടാൽ അവൻ ഇങ്ങനെ പറയട്ടെ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ഗളബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീനി വഅയ്യഹ്ദുറൂൻ. അർത്ഥം കേട്ടോ, അള്ളാഹുവിൻ്റെ പൂർണ്ണവചനങ്ങൾ കൊണ്ട് അവൻ്റെ കോപത്തിൽ നിന്നും അവൻ്റെ അടിമകളുടെ ദേഷ്യത്തിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു, പിശാചുക്കളുടെ ബാധകളിൽ നിന്നും അവരുടെ സാന്നിധ്യത്തിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. മനസ്സിലാക്കണം. അപ്പോൾ പിശാചു ബാധയിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്ന് യുവത പുറത്തിറക്കിയ പുസ്തകം, അത് എഴുതിയത് CP ഉമർ സുല്ലമിയ, കേട്ടോ. ദുസ്വപ്ന ദർശനമുണ്ടായാൽ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം പാറ്റിത്തുപ്പണം, കേട്ടോ. അപ്പോൾ ദുസ്വപ്നമുണ്ടായാൽ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം പാറ്റിത്തുപ്പണം എന്ന് മാത്രമല്ല, പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം. കിടന്ന ഭാഗത്ത് നിന്ന് ഒന്ന് തിരിഞ്ഞു കിടക്കുകയും വേണം. എന്നാൽ അത് ഉപദ്രവം ചെയ്യുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരി മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് പണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആർക്കെതിരെ? പിശാച് ബാധ, അതിനെ നിഷേധിച്ചത് കേന്നമുകാർ ഇപ്പോൾ കടത്തിക്കൊണ്ടുവരുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഞാൻ ഈ പുസ്തകം എടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി പിശാച് ബാധ വീണ്ടും ഈ പുസ്തകത്തിൽ കാണാം. 32ാമത്തെ പേജ്. ആ 32ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് എന്താന്ന് ചോദിച്ചാൽ കേട്ടോളൂ. ഇതിൽ പറയുന്നുണ്ട്, ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യം അത് നമുക്ക് വായിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി എഴുന്നേറ്റാൽ തക്ബീർ കൊണ്ട് നമസ്കാരം ആരംഭിച്ച് അള്ളാഹുവിനെ പുകഴ്ത്തിയ ശേഷം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീമി മിൻ ഹമസിഹി വനഫഖിഹി വനഫതിഹി. ഇത് 3ഉം പിശാചിന്റെ ഉപദ്രവമാണ്. എന്നിട്ട് എന്താണ് CP ഉമർ സുല്ലമി ഇതിനർത്ഥം കൊടുക്കുന്നത്? എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന അള്ളാഹുവിനോട് ആട്ടി അകറ്റപ്പെട്ട പിശാചിൽ നിന്നും അവൻ്റെ ബാധയിൽ നിന്നും അവൻ്റെ ദുർബോധനത്തിൽ നിന്നും അവൻ്റെ ദുർമന്ത്രത്തിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. കണ്ടോ? അപ്പൊ വസ്വാസ് മാത്രല്ല, ബാധ എന്ന്, പിശാച് ബാധ എന്ന്
CP ഉമർ സുല്ലമി എഴുതിയ പുസ്തകമാണ്. മാത്രമല്ല ഇതിന്റെ തുടക്കത്തിൽ ഇതിന്റെ പ്രസാധകർ യുവത പ്രസിദ്ധീകരിച്ചത്, ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് 2004 എന്നിട്ട് പ്രസാധകക്കുറിപ്പിൽ പറയുന്നത് ദൈനംദിന ജീവിതത്തിലെ പ്രാർത്ഥനകൾ അർത്ഥസഹിതം പഠിക്കാൻ പറ്റിയ രൂപത്തിലാണ് അവ എത്രയും ഈ ഗ്രന്ഥത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിം ജീവിതത്തിൽ ഇത് പറയണം എന്നാണ് പറയുന്നത്. മാത്രമല്ല അത് ഹിദായത്തിലേക്കുള്ള വഴിയാണെന്നുകൂടി ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. CP ഉമർ സുല്ലമി ഇതിനെപ്പറ്റി പറയുന്നതോ, ഒരു എഴുത്തുകാരനല്ലാതിരുന്നിട്ടും ഈ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചത് ആരെങ്കിലും ഇതുകൊണ്ട് സന്മാർഗത്തിലായാൽ അത് വലിയൊരു സൽക്കർമ്മമാണല്ലോ എന്ന് കരുതിയാണ്. അപ്പോൾ ഹിദായത്തിലാകും ഇതുകൊണ്ട്. ഏത് ഈ പിശാചുബാധയുണ്ട് എന്ന് എഴുതിയ പുസ്തകമാണിത്, അർത്ഥം കൊടുത്ത പുസ്തകമാണ്, നബി അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഇതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് അൻസാർ നന്മയുടെ വെക്കിട്ട് കയറാം എന്നിവർ വിചാരിച്ചു വന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞൊരു വാചകത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പുസ്തകമാണ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത്. അദ്ദേഹം അത് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചു, പറഞ്ഞു, പഠിപ്പിച്ചു. ഇനി ഇതിൽ കണ്ണേറിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇതേ പുസ്തകത്തിൽ തന്നെ CP ഉമർ സുല്ലമിയുടെ പുസ്തകത്തിലെ 74-ാമത്തെ പേജിൽ അവിടെ കാണാം കണ്ണേറും ശകുനവും. കണ്ണേറും ശകുനവും. ഇപ്പൊ സ്വാഭാവികമായും മർക്കസ് ദഅവക്കാർ പറയും കണ്ണേറോ, അൽ ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണേറോ, അങ്ങനെയാണെങ്കിൽ അൽ യദ് എന്ന് പറഞ്ഞാൽ കയ്യേറാകണ്ടേ, അൽ റിജ്ലി എന്ന് പറഞ്ഞാൽ കാലേറാകണ്ടേ, അൽ ഉദ്ന് എന്ന് പറഞ്ഞാൽ ചെവിയേറാകണ്ടേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഇതെടുത്ത് പറയേണ്ടി വരും. യുവത പ്രസിദ്ധീകരിച്ച പ്രസാദക്കുറിപ്പിൽ അംഗീകരിച്ച അതിൽ കണ്ണേറ് എന്ന് മാത്രമല്ല, അതേ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നിൽ നിന്നും മനുഷ്യന്റെ കണ്ണിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടിയിരുന്നു. കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് കുൽ അഊദു ബിറബ്ബിൻ നാസ് അഥവാ മുഅവ്വിദതാനി ഇറങ്ങിയപ്പോൾ അവ ഓതുകയും അതുവരെ പ്രാർത്ഥിച്ചിരുന്ന മറ്റുള്ളവ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഹദീസിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവരെ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 2002 ലോകത്തുള്ള സലഫികളെ പിളർത്തിക്കൊണ്ട് ഒരു വാദഗതി കടന്നു വന്നു. ആ വാദഗതി കേരളത്തിൽ മർക്കസ് ദഅവക്കാർ ഏറ്റെടുത്തു. അവർ കടന്നു വന്നു. അവർ മുജാഹിദുകളുടെ പേരിൽ ജിന്നാക്ഷേപങ്ങൾ നടത്തി, ജിന്നാരോപണങ്ങൾ നടത്തി, ജിന്നോട് സഹായം തേടുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു. ആ ഘട്ടത്തിൽ അതിനെ ഗണ്ണിച്ച് രംഗത്ത് വന്നു, അതിനെ പ്രതിരോധിച്ചു നിർത്തി. ആ ഘട്ടത്തിൽ ഇതാ മറുഭാഗത്തു കൂടി ഒരു സംഘം ആളുകൾ കടന്നു വരുന്നു. ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഹദീസിനെയും നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ബുഖാരിയിലെ ഹദീസ്, മുസ്ലിമിലെ ഹദീസ്, മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് ലോകത്ത് മുസ്ലിം ഉമ്മത്ത് ഇജ്മാഅായി അംഗീകരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ആ മർക്കസ് ദഅവയുടെ ആളുകൾ വന്നപ്പോൾ നേർക്ക് നേരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗണ്ണിച്ച് അവർക്ക് മറുപടി പറഞ്ഞ് ശബാബടക്കം എടുത്തു തിരിച്ച് അവരിറക്കിയ യുവതയുടെ പുസ്തകങ്ങൾ വായിച്ച് മറുപടി പറഞ്ഞ് പ്രതിരോധിച്ചു കൊണ്ടിരുന്നപ്പോൾ മറുഭാഗത്തു കൂടി വേറൊരു സംഘം ആളുകൾ അവർ ഒതുങ്ങുന്നു എന്ന് കണ്ടപ്പോൾ, അവരെ പ്രതിരോധിക്കുന്നു എന്ന് കണ്ടപ്പോൾ സലഫി ലോകത്തെ തകർക്കുവാൻ മറുഭാഗത്തു കൂടി കടന്നു വന്ന ജിന്നുവാദം, ആ ജിന്നുവാദം പേറുന്ന ആളുകൾ മറുഭാഗത്തവർ ഇതാ വിജനപ്രദേശത്ത് ജിന്നുകളോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്നും മാത്രമല്ല അതിന് ന്യായങ്ങൾ നിരത്തിയും അതുപോലെ തന്നെ അതിന് ഖണ്ഡനം പറഞ്ഞും നേരത്തെ എന്താണോ 2002 ഈ സലഫി ലോകത്തെ തകർക്കുവാൻ വന്ന ആളുകൾ ആസൂത്രണം ചെയ്തത് അവരുടെ പദ്ധതികളെ സുഗമമായി നടപ്പാക്കി കൊടുത്ത് ഒരു ജനതയെ ശിർക്കിലേക്ക് കൂപ്പുകുത്തിച്ചു. അവരാണ് വിസ്റ്റം. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ മർക്കസ് ദഅവയെ എതിർത്തത് മാത്രമേ ജാബിർ കേട്ടുള്ളൂ. എന്നാൽ മറുഭാഗത്തുകൂടി അതിൻ്റെ മറവിൽ കടന്നു വന്നുകൊണ്ട് തൗഹീദിനെ തന്നെ തകർക്കാൻ കടന്നു വന്ന വിസ്റ്റം വിഭാഗം, ലോകത്താഗോളതലത്തിൽ കടന്നു വന്ന വിസ്റ്റം വിഭാഗം, ആ വിസ്റ്റം വിഭാഗത്തിന്റെ പിഴച്ചവാദങ്ങളെ കേൾക്കാൻ ജാബിർ നിന്നില്ല. അത് തന്നെയാണ് ജാബിറിന് സംഭവിച്ച അബദ്ധമെന്ന് കൂടി മനസ്സിലാക്കണം. നിങ്ങളിട്ട വോയിസ് ക്ലിപ്പൊക്കെ എനിക്ക് പലരും അയച്ചു തരാറുണ്ട്. നേരെ മറിച്ച് ഞാനതിങ്ങനെ കേട്ടുപോകാറാണ് പതിവ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഞങ്ങൾ ഇറക്കിയതല്ല. നേരെ മറിച്ച് സൗദി അറേബ്യയിൽ നമ്മുടെ ബാവ ഉസ്താദിനെ പോലുള്ള ആളുകൾ സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ അവരെ പോലുള്ള ആളുകൾക്ക് അറിയാൻ കഴിയുന്ന റബീഅ ഇബ്നു ഹാദി അൽ മദ്ഖലി, അദ്ദേഹം ഇതുപോലെയുള്ള വിസ്റ്റം വാദവുമായി കടന്നു വന്ന ആളുകൾ അവരുടെ പിഴച്ചവാദങ്ങളെ എങ്ങനെയാണ് സലഫി ലോകത്ത് നിലകൊണ്ടിരുന്ന ആളുകള്, ബുഖാരി അംഗീകരിച്ച ആളുകള്, മുസ്ലിം അംഗീകരിച്ച ആളുകള്, അതുപോലെ സ്വഹീഹായ ഹദീസുകളെ കൊണ്ടു നടന്ന ആളുകള്, പക്കാ സലഫികള്, ഖണ്ഡനം പറഞ്ഞ ആളുകള്, അവരെങ്ങനെയാണ് പിഴച്ചുപോയത്, സത്യമാർഗത്തിൽ നകന്നു പോയത് എന്ന് ഈ ഗ്രന്ഥത്തിൽ വ്യക്തമായി അദ്ദേഹത്തിന്റെ അനുഭവമടക്കം രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. കേരളത്തിൽ അതേ സമസ്തക്കാരുമായി ഖണ്ഡനം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ സത്യമാർഗത്തിൽ നിന്ന് പിഴച്ചു പോയതുപോലെ
അവർ ശിർക്കിലേക്ക് കൂപ്പുകുത്തിയതുപോലെ. നിങ്ങൾക്ക് റബീഅ പറയാണ്, എൻ്റെ അനുഭവം എന്ന നിലക്ക് അദ്ദേഹം പറയുന്നു, അതേ ഈ രംഗത്ത് റുഖിയ ശർഇയ്യ മന്ത്രവാദമൊക്കെയായി രംഗത്ത് വന്ന് അഥവാ ഇസ്ലാമിലെ ഉള്ള ആ മന്ത്രത്തെ അട്ടിമറിച്ചുകൊണ്ട് മന്ത്രവാദം ഇപ്പൊ സാജിദ് തിരുരങ്ങാടിയൊക്കെ വെളിപ്പെടുത്തുന്നില്ലേ, പല മന്ത്രവാദികളുടെ കഥകളും പുറത്തു വരുന്നില്ലേ, ജാബിറിനറിയുന്ന കഥകളില്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്ത്, പല വിസ്റ്റങ്കാരുടെയും മാനം ഞങ്ങളുടെ കയ്യിലാണുള്ളത് എന്ന് പറഞ്ഞപ്പോ കൊപ്രക്കളത്ത് വന്നിട്ട് ചില ആളുകള് വളരെ നിസ്സാരമായി തള്ളിക്കളയാൻ ശ്രമിച്ചില്ലേ, അനസ് ഞങ്ങളുടെ മാനം സൂക്ഷിക്കണ്ട എന്ന് പറഞ്ഞിട്ട് തൽക്കാലം തട്ടാമുട്ടി പറഞ്ഞു പോയില്ലേ. ഞങ്ങൾക്കറിയാം അവനത് പറഞ്ഞു പോയാൽ മതി എന്ന്. പക്ഷെ പല വിഷ്ടങ്കാരൻ്റെയും മാനം ഞങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. അതല്ലെങ്കിൽ ജാബിറിനെ പോലെയുള്ള ആളുകൾ തങ്ങളുടെ ശാഖയിൽ നിന്ന് ഒരു വിസ്റ്റമിൻ്റെ കത്തെടുത്തിട്ട്, അനസ് മൗലവി നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ, ആ തെളിവുകളൊന്ന് പുറത്തൊന്ന് വിടാൻ ധൈര്യമുണ്ടോ എന്ന് വിസ്റ്റത്തിൻ്റെ സംസ്ഥാന ഘടകമൊന്നും വേണ്ട, പള്ളൂരുത്തി ശാഖയുടെ ഘടകത്തിൽ നിന്ന് നിങ്ങൾ ലെറ്റർ ഹെഡ് തന്നാൽ 3 മണിക്കൂർ പരസ്യമായി ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ തുറന്നു പറയാൻ തയ്യാറാണ്. നിങ്ങൾ അതൊന്ന് എഴുതി, കാര്യം വെച്ചാൽ അതിൻ്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകൾ അത് അനസ് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് നിങ്ങൾ പറയരുത്. കുത്തി നിങ്ങൾ എടുക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ നിന്ന് തരാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ വലിയ വായിൽ വന്നിട്ട് ഞങ്ങളുടെ മാനം നോക്കണ്ട, അതൊന്നും ഞങ്ങളുടെ കയ്യിലല്ല, പടച്ചോന്റെ കയ്യിലാണ്. മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ ഹദീസാണ്. മറ്റൊരു മനുഷ്യന്റെ ന്യൂനത മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത മറച്ചു വെക്കുമെന്ന ഹദീസ് ഉള്ളത് കൊണ്ട് മാത്രം പുറത്തു പറയാത്ത കാര്യങ്ങൾ വിസ്റ്റം പ്രവർത്തകർ തന്നെ ഞങ്ങൾക്ക് അയച്ചു തന്നത്, വിസ്റ്റത്തിന്റെ ആളുകൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ അയച്ചു തന്നത് ആധികാരിക തെളിവോടുകൂടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് ഏതെങ്കിലും ഒരു മൈക്കിൽ നിന്നിട്ടൊരു ഉസ്താദ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ ശാഖയുടെ കത്തിങ്ങിട്ട് തന്നാൽ മതി, അതിങ്ങനെ തെളിയിച്ചു തരാൻ കഴിയും. ഏതായിരുന്നാലും ശരി, വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ജാബിർ വന്നു എന്നുള്ള സ്ഥിതിക്കും ജാബിർ അതേ മർക്കസ് ദഅവക്ക് ഞാൻ പറഞ്ഞ മറുപടി മാത്രമേ കണ്ടിട്ടുള്ളൂ, അതിനുശേഷമുള്ളത് അദ്ദേഹം കണ്ടിട്ടില്ല എന്ന നിലക്കും. ഞാൻ മാത്രമല്ല, റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലി നമുക്കറിയാം, ലോകോത്തര പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, തൗഹീദിലുണ്ടായിരുന്ന ഒരു സംഘം സലഫികൾ അവർ പിഴച്ച ജിന്നുവാദത്തിലേക്ക് പോയത് തെളിവ് ധരിച്ചു. അദ്ദേഹം പറയുന്നു, ഹാദിഹി ഹുജ്ജ അവ്വലു റാഖി ഫിൽ മദീന കാന സമീലുന കാന സലഫിയൻ ജിദ്ദൻ وكان يدرس في المسجد النبوي والله اثر في كثير من الشباب الصوفيه في المدينه. എൻ്റെ കൂടെ മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച എൻ്റെ ജമീലായിരുന്ന എൻ്റെ കൂട്ടുകാരനായിരുന്ന ഒരാള്, അദ്ദേഹം ചില്ലറക്കാരനല്ല, ഏതെങ്കിലും ഫൈസൽ മുസ്ലിയാരെ പോലെയോ സക്കരിയ മൗലവിയെ പോലെയോ ജബ്ബാർ മൗലവിയെ പോലെയോ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് നടന്നിരുന്ന ആളല്ല, നേരെ മറിച്ച് വല്ലാഹി അത്റ ഫീ കതീരിൻ മിന ശബാബി സൂഫിയ ഫിൽ മദീന, മദീനത്തെ സമസ്തക്കാരായ സൂഫികളായ ആളുകൾ, അത്തരം വിശ്വാസമുള്ള ആളുകൾ അവർക്ക് ഒരുപാട് മാറ്റം വരുത്തിയ, അവരുമായി ഗണനം നടത്തിയ ഒരു പണ്ഡിതനായിരുന്നു. പിന്നെ എന്താ അദ്ദേഹത്തിന് സംഭവിച്ചത്? ആ സൂഫികളെ മാത്രമല്ല, യുക്തിവാദികളും നിരീശ്വരവാദികളും ദൈവബോധമില്ലാത്തവരും പടച്ചവനെപ്പോടില്ലാത്തതുമായ നിരവധി ആളുകൾ മാറ്റം വരുത്തിയ ആളാണ് അദ്ദേഹം. ആ സലഫി പണ്ഡിതന്റെ അടുക്കൽ പിന്നെ ശൈത്വാൻ വന്നു. ആ സലഫി പണ്ഡിതന്റെ അടുക്കൽ ശൈത്വാൻ വന്നു. ജബ്ബാർ മൗലവിയെ പോലെ ചെറിയ ആളല്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ നിങ്ങൾ നേരത്തെ എണ്ണി പറയുന്ന ഫൈസൽ മുസ്ലിയാരെ പോലെ, ഹുസൈൻ സലഫിയെ പോലെ കേരളത്തിൽ മലയാളത്തിൽ മാത്രം പറയുന്ന ആളല്ല. മസ്ജിദുൻ നബവിയിൽ ദർസ് നടത്തിയിരുന്ന മുദരിസിന്റെ അടുക്കൽ ശൈത്വാൻ വന്നു. വല്ലാഹി ഇസ്തശാറനി ഖബല അയ്യദ്ഖുൽ. അദ്ദേഹം ഈ പറയുന്ന റുഖിയ ശർഇയ്യ മന്ത്രവാദ പ്രവർത്തനങ്ങളുണ്ടല്ലോ ഇപ്പോൾ വിസ്റ്റങ്കാരൻ നടത്തി എന്ന് പറഞ്ഞിട്ട് സാജിദ് തിരുരങ്ങാടി അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ ജിന്നുമ്മമാരെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ കൊണ്ടു നടക്കുന്നത് പോലെയുള്ള ചില സഹോദരികൾ അടക്കമുള്ള റാഖികൾ വന്നതുപോലെ ഇദ്ദേഹം ഇറങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു, അദ്ദേഹത്തെ അതിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. ഈ സലഫിയായ മനുഷ്യനോട് ഈ പിഴച്ചവാദത്തിൽ അകപ്പെട്ടു പോകരുതെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഈ വാതിൽ തുറക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ആ ഘട്ടത്തിൽ അദ്ദേഹം എന്നെ ഗണ്ണിച്ചു. ഞാൻ പറഞ്ഞത് കേൾക്കാതെ അദ്ദേഹം ഈ രൂപത്തിൽ ആളുകൾക്ക് റുഖിയ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. എന്ന് മാത്രമല്ല, അദ്ദേഹം പിഴച്ച മാർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ജിന്നിന്റെ പേര് പറഞ്ഞ്, ജിന്നുബാധയുടെ പേര് പറഞ്ഞ് സമൂഹത്തിലെ ആളുകൾ ഇതാ മന്ത്രവാദികളുടെ അടുക്കിലേക്ക് പോകും എന്ന് പേര് പറഞ്ഞ് ഈ ഫിത്ന ഇവിടെ കൊണ്ടുവരരുത്. ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇഫ്അൽ കമാ ഫഅല ദുആതു ഇലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കുന്ന ആളുകൾ ചെയ്തതുപോലെ, റബ്ബിന്റെ തൗഹീദ് പറഞ്ഞ ആളുകൾ ചെയ്തതുപോലെ നീ ചെയ്താൽ മതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അശ്ശൈഖ് അബ്ദുല്ലാഹ് അൽ ഖുർആബി, അബ്ദുല്ലാഹ് അൽ ഖുർആബിയെ പോലെയുള്ള പണ്ഡിതന്മാർ ചെയ്തതുപോലെ അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ വന്നു.
എൻ്റെ ജാബിർ സഹോദരൻ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ ഒരു പണ്ഡിതനുണ്ട് അബൂബക്കർ സലഫി എന്ന പേരിൽ, ഒതായിലുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ ഞങ്ങളുടെ മുന്നിൽ ഒന്ന് ഇരുത്തി തരുമോ? അദ്ദേഹം ബുഖാരിയിലെ ഹദീസുകളെ നിന്ദിച്ചത്, അദ്ദേഹത്തെ ഇരുത്തി ഞങ്ങൾ കാണിച്ചു തരാം. അദ്ദേഹത്തെ വിളിച്ച് ബുഖാരിയിലെ ഹദീസിനെ നിന്ദിച്ച് ആയിക്കോട്ടെ കൊണ്ടുപോവാ, ആ അബൂബക്കർ സലഫിയെ കൊണ്ടുപോവാ, തരാം. അവിടെ നിൽക്ക്. രണ്ടാമത് കേട്ടോ, ഇനി മനസ്സിലാക്കണം, അതേ അബൂബക്കർ സലഫി തന്നെ KNMകാരുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പ്രൂഫ് പോയിന്റിൽ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ധരണി വായിച്ചിട്ടുണ്ട്. ദാ ഈ ബുക്കിലെ ഉദ്ധരണിയാണ്. കോട്ടിമാട്ടി ഞാൻ തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കുക എന്ന് പറഞ്ഞു എന്ന് നേരത്തെ CM മൗലവിയുടെ വാചകം എടുത്ത് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞത് ക്ലിപ്പാക്കിയതുപോലെ മനസ്സിലാക്കണം. ഈ പുസ്തകത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അബൂബക്കർ സലഫി അഥവാ KNMകാരുടെ വിശ്വാസം റോട്ടുമ്മൽ ജിന്നിനെ കാണും എന്നാണ്. റോട്ടുമ്മൽ ജിന്നിനെ കാണുന്നാണ് ഈ പുസ്തകത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തിനാണ് വിസ്റ്റം പ്രവർത്തകരെ നിങ്ങൾ കളവ് പറയുന്നത്? എന്തിനാണ് പച്ച മലയാളത്തിലുള്ള ബുക്ക് നിങ്ങൾ കോട്ടിമാട്ടുന്നത്? എന്താണെന്നറിയോ? ദാ ഈ ഉദ്ധരണിയാണ് ഈ പുസ്തകത്തിലുള്ളത്. അഥവാ അബ്ദുല്ലാഹിൽ ഖർആവി ആ റബീഇന്റെ നാട്ടിലേക്ക് വരുമ്പോൾ, ഷെയ്ഖ് റബീഇന്റെ നാട്ടിലേക്ക് വരുമ്പോൾ അന്നത്തെ ജനങ്ങളുടെ അവസ്ഥ ഇത് വിശദീകരിക്കുകയാണ്. എന്റെ നാട്ടിലെ ആളുകൾ അധികവും രോഗികളായിരുന്നു, അവർ എഴുന്നേക്കുമായിരുന്നില്ല. മിൻ ഐശൈ, എന്ത് രോഗമാണ് അവർക്ക് ബാധിച്ചത്? മിനൽ ജിന്നി, ജിന്നിൽ നിന്നുള്ള രോഗങ്ങളാണ്. മിനസാർ, പോക്കുവരവാണ്. നമ്മുടെ നാട്ടിൽ പറയില്ലേ ശൈത്താങ്കൂക്ക്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവ്, മിൻകഥ, അങ്ങനെയുള്ള നിരവധി അനവധി രോഗങ്ങൾ. ആ നാട്ടുകാരിങ്ങനെ പുറത്തിറങ്ങും, അവർ മാവുമേലും വാഴമേലും നോക്കുന്നിടത്തൊക്കെ ജിന്നിനെ കാണുമായിരുന്നു. അഥവാ അത്തരം മാനസിക രോഗികളായിരുന്നു. മനസ്സിലാക്കണം, റബീ പറഞ്ഞ ഈ വാചകം KNMന്റെ അഭിപ്രായമാണ് അത്രേ. റോട്ടുമേ ജിന്നിനെ കാണുന്ന KNM ബുക്കിലുണ്ട് അത്രേ. അബൂബക്കർ സലഫി എന്ന് പറയുന്ന വിഷ്ടംകാരൻ തെറ്റിദ്ധരിപ്പിക്കുമ്പോ വിവരമുള്ള ഒരുത്തനെ കൂട്ടത്തിലില്ലേ ഈ മലയാളത്തിലെ ബുക്കല്ലേ ഇരുന്നിട്ട് പ്രൂഫ് പോയിന്റ് എന്ന് പറയാം. എന്ത് പോയിന്റാ? പണ്ട് ഒരു സിമെന്റ് പ്രൂഫിന്റെ ആളുണ്ടായിരുന്നു, ഇതുപോലെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. കമ്പിയും കല്ലും കട്ടയൊക്കെ ഇട്ടിട്ട് സിമെന്റ് പ്രൂഫ് എന്ന് പറയുന്നത് പോലെ പ്രൂഫ് പോയിന്റ് അത്രേ ഈ പുസ്തകത്തിൽ, മലയാളത്തിലെ പുസ്തകം. ആ പുസ്തകം അറബി അറിയുന്ന ആളുകൾ ഈ കൂട്ടത്തിലില്ലേ? മദീനത്തുൽ ഉലൂമിലെ അധ്യാപകന്മാർ ഇവിടെ ഇല്ലേ? പുളിക്കൽ പഠിപ്പിക്കുന്ന അധ്യാപകരില്ലേ? അറബി ഭാഷ പഠിച്ചവരില്ലേ? എന്താ ഇതിനകത്തുള്ളത്? എന്താ ഈ പറയുന്നത്? മിൻ ഐ ശൈ മിനൽ ജിൻ മിനസ്സാർ മിൻ കദാ വയഖ്റുജൂന വയഹ്സുലൂന ജിന്ന ഫിൽ ലൈലി വൽ അസ്ജാർ വഫി തുറുഖ്. റോട്ടുമേലും വഴിമേലും വാഴമേലും മരത്തിന്മേലും ഒക്കെ ഇവർ നോക്കുമ്പോൾ ജിന്നാണ്. ആ ഒരു അവസ്ഥയിലായിരുന്നു. ജുഹാലുൻ മാ ഇൻദഹുമുത് തൗഹീദ്, വിവരമില്ലാത്ത വിഡ്ഢികൾ, അവർക്ക് തൗഹീദ് ഉണ്ടായിരുന്നില്ല. ഇതാണ് അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കണം. ജുഹാലുൻ മാ ഇൻദഹുമുത് തൗഹീദ്, അവരുടെ കയ്യിൽ തൗഹീദ് ഉണ്ടായിരുന്നില്ല. വജാഅ വനശറ തൗഹീദ ലാ റുഖിയ്യത വലാ ശൈ, ലാ റുഖിയ്യത വലാ ശൈ. ഇത് വായിച്ചപ്പോ ജാബിർ എവിടെ പോയതാ? മർക്കസ് ദഅവക്കാർക്ക് മറുപടി പറഞ്ഞത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. വിസ്റ്റംകാർക്ക് കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ ഇന്ന് പറയുന്ന മറുപടികളുണ്ട്, അതുകൂടി കേൾക്കണമായിരുന്നു. ഡോക്ടർ സുബൈറിനെ പോലെയുള്ള ആളുകൾ എൻ്റെ പേരിൽ കളവും പറഞ്ഞു വന്നപ്പോൾ പിടിച്ചു നിർത്തിയും അതെ കാഞ്ഞിരമുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തി. അന്നടക്കം ഇത് വായിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്ന് അത് പഠിച്ചു വന്നത്. സൗദിയിലെ സലഫികളൊക്കെ ഈ രൂപത്തിലാണെന്ന് പറഞ്ഞ ഘട്ടത്തിൽ അത് വായിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹൽ ഖർആവി അദ്ദേഹം ചെയ്തത് ഫജാഅ വനശറ തൗഹീദ ലാ റുഖിയ്യത വലാ ശൈ ബറകല്ലാഹു ഫീക് കുല്ലു ഹാദിഹിൽ അശ്യാ അൻദഹത്. കണ്ടോ, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അഥവാ ഈ തൗഹീദിന്റെ മന്ത്രവുമായി അതേ അൽ ഖർആവി ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ, ഷെയ്ഖ് അൽ ഖർആവി കടന്നു വന്ന് തൗഹീദ് പറഞ്ഞപ്പോൾ ഒരു റുഖിയ്യയുമില്ല, ഒരു മന്ത്രവാദവുമില്ല, ഒരു മന്ത്രവാദിനിയുമില്ല, ആ രൂപത്തിൽ ഒന്നുമില്ല. തൗഹീദ് അങ്ങ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ, പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ കുല്ലു ഹാദിഹിൽ അശ്യാ അൻദഹത്, അവിടെ ഉണ്ടായിരുന്ന സർവ്വജിന്നും പാറിപ്പോയി, സർവ്വജിന്നും പാറിപ്പോയി. റോട്ടിന്മേൽ ജിന്നിനെ കണ്ടവര്, മരത്തിന്മേൽ ജിന്നിനെ കണ്ടവര് പിന്നെ ജിന്നിനെ കാണാതായി. അവർക്ക് മനോരോഗം മുക്തമായി, മാനസികാവസ്ഥ മാറി, തൗഹീദിന്റെ ധ്വജവാഹകരായി അവർ മാറി. ഇത് അതെ ഇവിടെ വിസ്റ്റംകാർ ഈ പിഴച്ചവാദവുമായി കടന്നു വന്നതുപോലെ സൗദി അറേബ്യയിൽ ഈ വിശ്വാസം പേറി വന്ന ആളുകൾ കടന്നു വന്നപ്പോ അവർക്ക് പറഞ്ഞ മറുപടിയാണ് റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലി. അപ്പോ എൻ്റെ പ്രിയപ്പെട്ട ജാബിറിനെ പോലുള്ളവരോട് പറയാനുള്ളത് ഒന്നുകൂടി ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. വിസ്റ്റം പണ്ഡിതന്മാർ നിങ്ങളെ പിഴപ്പിക്കുന്നത്, നിങ്ങളെ ജഹാലത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അവസാനം ശിർക്കിന്റെ പ്രയോക്താക്കളായി പ്രചാരകരായി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അതിൻ്റെ വാഗ്ദാക്കളായി വാദിച്ച് നരകത്തിന്റെ വിറകുകൊള്ളിയായി റബ്ബിന്റെ മുന്നിൽ കുഫ്റും ശിർക്കും പറഞ്ഞ ആളുകളായി മാറിപ്പോകാതിരിക്കാൻ
തൗഹീദിന്റെ മാർഗത്തിൽ, വെളിച്ചത്തിന്റെ മാർഗത്തിൽ. നിങ്ങൾ പറഞ്ഞില്ലേ ബുഖാരി മുസ്ലിം, ആ ഇമാം ബുഖാരിയെ പോലെ, ഇമാം മുസ്ലിമിനെ പോലെ, അബൂദാവൂദിനെ പോലെ, ഇബ്നു മാജയെ പോലെ, അങ്ങനെ അയിമ്മത്തുകളായ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ച നേരിന്റെ വഴിയിൽ കൃത്യമായി തൗഹീദിന്റെ വാചകം, അതിന്റെ പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും ജാബിർ തന്നെ വന്ന് ചോദിച്ചതിൽ വലിയ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് സംഘാടകർ തീരുമാനിക്കും. അസ്സലാമു അലൈക്കും.